എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ മോഡലാട്ടോ നമ്മളെ ബാത്റൂമൊക്കെ എടുക്കാൻ ടൈൽസാണിത്. നമ്മളെ ഇന്നത്തെ യാത്ര നമ്മളെ വീട്ടിലേക്ക് ബാത്റൂമൊക്കെ വേണ്ട ടൈൽസ് വാങ്ങാൻ വേണ്ടി പോവാണ്. സെനായിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. സെനായി നമ്മൾ ഇതിന് മുന്നേ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പ്രായത്തിക്കാതിയ ഷോപ്പിലാണ് നമ്മൾ പോകുന്നത്. സമയം 10 മണിയായിട്ടോ. നല്ല ചൂടുണ്ട്. പൊതുവെ ഇന്നും ഭയങ്കര ചൂടാണ്. വെയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ 50 ഡിഗ്രിക്ക് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഷവാമക്കിലൊക്കെ ഇന്നും അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമുക്ക് സാധനം ലോഡ് ചെയ്യാതുകൊണ്ട് നമ്മളൊന്ന് 4 ഡേറ്റാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ സാധനമല്ല നമ്മൾ കയ്യിൽ. നമുക്ക് പെട്രോൾ അടിക്കുന്നതിന് മുന്നേ പറ്റുന്ന കാലിയാണ്. ബജാജ് സൈഡിലെ ഒരുവിധം റൗണ്ട് ബോട്ടുകളൊക്കെ പഴയ ഡിസൈനൊക്കെ മാറ്റി പുതിയ ഡിസൈനായി വരുന്നുണ്ടാണ്. എല്ലാ റൗണ്ട് ബോട്ടുകളും ഒരുവിധം പണിയെടുക്കേണ്ടി പോകും. നമ്മൾ സെനായിലെത്തിയിട്ടുണ്ട്. ഇവിടെ റൈദിയാണ് ഷോപ്പിൽ നിന്നാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇതിവിടെ പട്ടാണി ടാക്സി ആട്ടോ. വളരെ കൂട്ടുന്ന ടാക്സിയാണ് ഉള്ള പട്ടാണി പറഞ്ഞത്. അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണ് നമുക്ക് സാധനം എടുക്കാനുള്ളത്. ഓല ഗോഡൗണിലാണ് നമ്മൾ ഗോഡൗണിൽ ലോഡ് ചെയ്യണത്. പോയിട്ട് നമ്മൾ എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ മോഡലാട്ടോ നമ്മളെ ബാത്റൂമൊക്കെ എടുക്കാൻ ടൈൽസാണിത്. നമ്മൾ റൈദിരിയല്ലേ സെനായില്ലത്. അപ്പോൾ നമ്മൾ ഗോഡൗണിക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടുന്ന് റേറ്റില്ല. നമ്മൾ ഒരാളും കൂടെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഗോഡൗൺ അറിയാത്തതുകൊണ്ട് നമ്മളെ സ്നേഹിതനാണ്. അപ്പോൾ നമ്മൾ ആ ടൈല് ലോഡ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. അതുപോലെ വലിയ വണ്ടിയിൽ നിന്ന് നമ്മൾ ചെറുവണ്ടിക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഇനി അതിലും ലോഡുണ്ട് സാധനം. ഇതാണ് അവരുടെ ഗോഡൗണ്. നമ്മളെ റോഡ് സൈഡിലൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ പഞ്ചറെടുക്കുന്ന വണ്ടിയാണ് വിളിച്ചത് വരും. നമുക്ക് ആദ്യം പെട്രോൾ ഫില്ല് ചെയ്യണം. പെട്രോൾ കുറവാണ്. എന്നിട്ടാണ് ഇത് ഇറക്കാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിട്ടാണ്. നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യണം. നമ്മൾ പെട്രോൾ ഫുള്ളാക്കിയിട്ടുണ്ട്.
അപ്പം നമ്മൾ ഉച്ചക്ക് എടുത്തിട്ടില്ല, ടൈൽസ് ഇറക്കാനും വേണ്ടിയിട്ട് ലിവേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. നമുക്ക് അത് ഇറക്കല്ലത് ലിവേലാണ്. നമ്മൾ ആ സമയത്ത് അത് കൊണ്ടുപോയി ഇറക്കിയിട്ടില്ല. നമ്മൾ അത് ലിവേൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ പണിക്കാരൊക്കെ പോലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകണം ഒരു റൂമിലെത്തണമെങ്കിൽ. അപ്പോൾ ഇറക്കാൻ അവിടെ ആളുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ 9 മണിക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ വീട്ടിൽ നിന്നൊരു 1.25 മണിക്കൂർ ഉണ്ട് നമ്മളെ ലിവേലെ വീട്ടിലേക്ക്. നമ്മൾ ബദാസായിൽ നിന്ന് ലിവേക്ക് പോകുമ്പോൾ നമുക്ക് ആകെ 2 മസ്ജിദേ കിട്ടുള്ളൂ. ഒന്ന് റിട്ടേൺ വരണോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മസ്ജിദ്. ലിവേക്ക് പോകുന്ന ഇടയിൽ 60 കിലോമീറ്റർ അതിൻ്റെ ഇടയിൽ വരുന്ന ആകെ കിട്ടുന്ന 2 ഷോപ്പാണത്. ഒന്നും ഓപ്പൺ ആയില്ല, അതിപ്പോൾ അടുത്തത് തുറന്നിട്ടുള്ള ഷോപ്പുകൾ. ഒരു റെസ്റ്റോറൻറ്റും ഒരു ബക്കാലിയാണ്, ഒരു ടയറും കടയാണ് വരാൻ. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, ക്യാരവൻ്റെ അത് എടുത്ത് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങി നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഇവിടെ ആ ഷോപ്പ് പുതിയ വന്ന 2-3 മാസമായിട്ടുള്ള ഷോപ്പ് വന്നിട്ട്. ഈ റോഡിൻ്റെ മാക്സിമം സ്പീഡ് ലിമിറ്റ് 140 റോഡിൽ പൊതുവെ വാഹനങ്ങളൊക്കെ കുറവാകും. ഇവിടെ തണുപ്പ് സീസണിൽ നല്ല ആളാണ് ഈ കരം. ഈ വഴിയിലൊക്കെ ഫെസ്റ്റിവലുകളൊക്കെ ഇവിടെ നടക്കുന്ന ഈത്തപ്പഴ ഫെസ്റ്റിവൽ, അതുപോലെ വാഹനങ്ങളെ റേസ് നടക്കുന്ന ഏരിയയാണത്. അങ്ങനെ നമ്മുടെ ലിവ ടൗൺ എത്താനായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലിവ ടൗൺ ടൗൺ. റൈറ്റ് സൈഡിൽ ഷോപ്പുകളൊക്കെ കുറവാണ്. ഫുള്ള് ഷോപ്പുകളുള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. ആ ലെഫ്റ്റ് സൈഡ് ഫുള്ള് ഷോപ്പുകളാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ ഷോപ്പുകളൊക്കെ വളരെ കുറവാണ്. 1-2 ഷോപ്പുകളും റൈറ്റ് സൈഡിൽ. നമ്മൾ വർഷത്തിലൊരു 2 തവണ ഇവിടെ നമുക്കൊരു വീടിൻ്റെ അവിടെ വന്ന് നിൽക്കലുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് മസ്ര എന്നാണ്. ഇവിടെ കൂടുതലായിട്ടും തോട്ടങ്ങളാണ്. അറബിയിൽ മസ്ര എന്ന് പറഞ്ഞാൽ തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. 2 സൈഡിലും തോട്ടങ്ങളാണ്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ താമസിക്കുന്നവർക്കൊക്കെ വല്ല സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലിവ ടൗണിലേക്ക് പോകണം. അല്ലെങ്കിൽ ഇവിടുന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ബക്കാല കിട്ടും. അവിടുന്ന് പിന്നെ സാധനം വാങ്ങാൻ പറ്റുള്ളൂ. ഈ ഏരിയക്കൊക്കെ ബസ് കിട്ടാം. 1 മണിക്കൂർ ഇവിടുത്തെ ഗവൺമെൻറ് ബസ് സർവീസ് എടുത്തിട്ടുണ്ട്. നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളിലൊരു ഏരിയയാണ്, ഒഴിഞ്ഞൊരു ഏരിയയാണ് നമ്മുടെ ലിവ. നമുക്ക് ഇനിയും ഒരു 10 മിനിറ്റോളം ഓടാണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടാം. വിജനമായ സ്ഥലമാണ്. 2 സൈഡിലും മരുഭൂമിയാണ്. ഒരാൾ ഈ സമയത്തൊന്നും ഇപ്പോൾ ഇവിടെ കാണൂല. സമയം 9:30 മണിയായി. നമ്മളിനി ഈ ടൈൽസ് ഇറക്കിയിട്ട് നമുക്ക് റിട്ടേൺ നമ്മളെ വീട്ടിലേക്ക് തന്നെ പോകണം. നമ്മൾ ജോലി ചെയ്യുന്ന വെസ്റ്റേൺ റീജിയനിൽ ബദാസായി എന്ന സ്ഥലത്താണ്. 1.5 മണിക്കൂറോളം നമ്മളെ വീട്ടിലേക്ക് ഇനി ഇറക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓടാണ്ട്. എപ്പോഴെങ്കിലൊക്കെ ഒരു വണ്ടി അവിടുന്ന് വരുന്നുള്ളൂ, ഒരു 10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ. ഇശാ നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പള്ളി കണ്ട അവിടെ വണ്ടി നിർത്തി നമസ്കരിച്ചിട്ട് ഇനി യാത്ര തുടരുള്ളൂ. ഈ വഴിയിലൊന്നും പ്രത്യേകിച്ച് ലൈറ്റുകളൊന്നും ഇല്ല കേട്ടോ. വീഡിയോ കണ്ടാൽ അറിയാം. പ്രത്യേകിച്ച് നാട്ടിൽ പോലെ ലൈൻ കമ്പികൾ പോകുന്നുണ്ട് മേലെ കൂടെ.
നമ്മളെ വീട്ടിൽ ഇനി ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിന് മുന്നേ പള്ളിക്കായിട്ട് നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട്. നമസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സാധനം ഇറക്കാൻ പോകുന്നത്. അങ്ങനെ പള്ളി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ നമ്മളെ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പള്ളിയിലൊന്നും ആളില്ല കേട്ടോ. 1-2 ആൾ മാത്രമേ ഉള്ളൂ നമസ്കരിക്കാൻ. ഒരാളില്ലാത്തൊരു ഏരിയയാണ്. അങ്ങനെ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരക്കാൻ വേണ്ടി പോവാണ്. നമ്മളെ വീടെത്താനായിട്ടാണ് നമ്മൾ നമസ്കാരം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമ്മളെ ലിവയിലെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ തന്നെ നമുക്ക് ടൈൽസ് ഇറക്കാല്. ഇതാണ് നമ്മളെ വീട്. അപ്പോൾ നമ്മളെ ടൈല് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ ലിവയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ലിവയിലാണ് നമ്മളെ വീട്ടിലാണ്. രാത്രി 10 മണിയായിട്ടോ. ഇവരാണ് തിരക്കുന്ന ആൾക്കാർ. നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനം അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഇതാണ് നമ്മളെ വീട്. അങ്ങനെ നമ്മൾ ടൈൽസൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി റിട്ടേൺ പോകണം. ഇവിടുന്ന് 1 മണിക്കൂർ റണ്ണിങ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.